ഈ 101 കോർപ്പറേഷൻ വാർഡ് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ അങ്ങ് മനസ്സിലാക്കേണ്ടത്, ഞാൻ മേയറായിരുന്നപ്പോൾ 50 കോർപ്പറേഷൻ വാർഡേ ഉള്ളൂ. അതുപോലും അങ്ങേക്കറിയില്ല. 101 കോർപ്പറേഷൻ വാർഡുകൾ ഏതൊക്കെ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം പോലും അതിൻ്റെ ഭൂപ്രകൃതി അദ്ദേഹത്തിന് അറിയില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് അദ്ദേഹത്തിന് സ്ഥലകാല വിഭ്രാന്തി ഉണ്ടായിരിക്കുന്നത്. BJPയുടെ പകുതിയിലധികം വരുന്ന സിറ്റിംഗ് സീറ്റുകൾ നഷ്ടമാകും എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എന്തൊക്കെയോ ഇങ്ങനെ വിളിച്ചു പറയുന്നതിന് വേണ്ടി നടക്കുന്നത്. അദ്ദേഹം നിയമമണ്ഡലത്തിലെ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയാണ്. അതിനുള്ള PR വർക്ക് ആരംഭിച്ചു കഴിഞ്ഞു. എത്ര നാണക്കേടാണ്! അദ്ദേഹത്തിന് ഒരു ബന്ധവുമില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള നിലയിൽ ഭരണ വീട്ടിലൊക്കെ പോകാം. ചില സിനിമകളിൽ നിന്ന് കാണുന്ന പോലെ അദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ല. 90 വയസ്സെല്ലാം കഴിഞ്ഞ് പിന്നെ വിട്ടു പിരിയുന്ന ആൾക്കാരുടെ വീട്ടിൽ ചെന്ന് അവർക്ക് തന്നെ അവർ എന്തിനു ബന്ധുവെന്ന് അവർ തന്നെ ചോദിക്കുകയാണ്. അപ്പം അങ്ങനെ സിനിമയിലൊക്കെ കാണുന്ന പോലുള്ള അഭിനയം അദ്ദേഹം തുടങ്ങിയിരിക്കുകയാണ്. നിയമമണ്ഡലമാണെന്ന് വിചാരിച്ചുകൊണ്ട് ചില പഞ്ചായത്തുകളിലും പോകുന്നുണ്ട് അദ്ദേഹം. BJP ദേശീയ നേതൃത്വം അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട BJP സംസ്ഥാന പ്രസിഡന്റൊന്നുമല്ല, കെട്ടിയിറക്കിയ രാജീവ് ചന്ദ്രശേഖരൻ എന്നാണ് BJPയുടെ ഇവിടുത്തെ മുൻ നേതാക്കന്മാർ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വിശേഷിപ്പിക്കുന്നത്. ഏത് വിഷയം പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹം പറയുന്നത് 40% കമ്മീഷൻ. ഏത് വിഷയം നിങ്ങൾ എടുത്ത് നോക്കിയാലും അദ്ദേഹം പറയുന്നത് 40% കമ്മീഷനാണ്. ഇപ്പം അതുകൊണ്ട് തന്നെ തമാശയ്ക്കെങ്കിലും ആൾക്കാർ പറയുന്നത് മിസ്റ്റർ 40% എന്നാണ് ഇപ്പോൾ പലരും അദ്ദേഹത്തെ തമാശ രൂപേണയോ സ്നേഹത്തോടു കൂടിയോ വിളിക്കുന്നത്. ഞാൻ ശ്രീ ചന്ദ്രശേഖരനെതിരെ ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങളൊന്നും ആവർത്തിക്കപ്പെടാൻ വേണ്ടി ഞാൻ പോകുന്നില്ല. അത് അങ്ങനെ കുറേ ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം മനസ്സിലാക്കണം, അത്തരം കടുത്ത ആക്ഷേപങ്ങൾ വന്നിട്ട് പോലും ഞങ്ങളുടെയൊക്കെ തന്നെ മാന്യത കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ദിവസം അതുമായി ബന്ധപ്പെട്ടൊരു കാര്യങ്ങളും പറയാതിരുന്നത്. പക്ഷെ ഇപ്പോഴും ഒരു നിവൃത്തിയില്ലാത്ത നിലയിൽ അങ്ങ് ആവർത്തിച്ച് തിരുവനന്തപുരം നഗരസഭയ്ക്ക് എതിരെയും അന്ന് മേയറായിരുന്നവരുടെയും എന്ന് മാത്രമല്ല പിന്നെ 2005 എൻ്റെ കാലഘട്ടം മുതൽ മേയറായിരുന്നവരുടെയും ഒക്കെ തന്നെ CBI അങ്ങനെ പോക്കറ്റിൽ നിന്ന് എടുത്ത് അന്വേഷണത്തിന് വേണ്ടി വയ്ക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇത്രയും പറഞ്ഞില്ലെങ്കിൽ പിന്നെ അദ്ദേഹം മിടുക്ക് കാണിച്ചുകൊണ്ട് പോയെന്ന് തോന്നുമല്ലോ. അഭിനവ KPCC വക്താവാണ് K മുരളീധരൻ എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് കോൺഗ്രസ് MLA രാഹുൽ മാങ്കൂട്ടത്തിനെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നതെന്ന ലോക തമാശ പൊട്ടിച്ചിരിക്കുകയാണ് അദ്ദേഹം. ഞങ്ങൾ സാധാരണയായി രാഷ്ട്രീയ പാർട്ടി ഓഫീസുകളെയൊക്കെ തന്നെ ബഹുമാനിക്കുന്ന കൂട്ടത്തിലാണ്. AICC ആസ്ഥാനത്തും KPCC ആസ്ഥാനത്തും മറ്റ് സംസ്ഥാനത്തെ വളരെ ബഹുമാനിക്കപ്പെടേണ്ട കേന്ദ്രങ്ങളിലും പോലീസ് റെയ്ഡ് നടത്തുന്നത് LDFന്റെ സംസ്കാരമല്ല. അതുകൊണ്ടാവും K മുരളീധരൻ ഇത്രയധികം ആത്മവിശ്വാസം ഉണ്ടായിരിക്കുന്നു.
എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ട് MLA സ്ഥാനം രാജിവയ്പ്പിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിന് കഴിയാത്തതെന്ന് ഇതുവരെ അവർക്ക് വ്യക്തമാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂട്ടു കച്ചവടക്കാർ വളരെ താമസിക്കാതെ തന്നെ അവരുടെയും ഗതി ഇതേപോലെ ആകുമെന്നുള്ള കാര്യം കൂടി നാം ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് പുറത്താക്കൽ അടക്കമുള്ള കടുത്ത നടപടിയിലേക്ക് പോയി കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം പല കാര്യങ്ങളും വ്യക്തമാകും. പല കാര്യങ്ങളും വ്യക്തമാക്കി കഴിഞ്ഞാൽ പലരും ഒളിവിൽ പോവേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയെ പോലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കെ മുരളീധരനെ പോലെ സംസ്ഥാന അടിസ്ഥാനത്ത് അറിയപ്പെടുന്ന ഒരു നേതാവ് ഇങ്ങനൊരു വിമർശനം വയ്ക്കുന്നത് തികച്ചും ന്യായമല്ല എന്ന് മാത്രമല്ല, അങ്ങ് വഹിക്കുന്ന പദവിക്കും നിലവാരത്തിനും ഒട്ടും യോജിച്ചതായിരുന്നില്ല. ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അങ്ങ് പറഞ്ഞു പോയതായി മാത്രമേ എന്നെപ്പോലുള്ളവർക്ക് അത് കണക്കാക്കുന്നതിന് വേണ്ടി കഴിയൂ.